ഒരു കുട്ടിയുടെ കഥ ബാലഗോപാലൻ ചേട്ടൻ ഇറക്കിയിരിക്കുക. വെള്ളത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോ ഒരു കൊച്ചുകുഞ്ഞ് മരണം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ ഇരിക്കുകയാണ്. സ്ത്രീകളുടെ കൂടെയാണ്, കൂടുതൽ സ്ത്രീകളാണല്ലോ അവിടെ. നമ്മൾ സ്ത്രീപക്ഷക്കാരാണല്ലോ. അപ്പൊ എവിടെങ്കിലും ചെന്ന് ഇരുന്നാലും സ്ത്രീകളുടെ കൂട്ടത്തിലേ ഇരിക്കുള്ളൂ. കുഞ്ഞിന്റെ അമ്മമ്മ എന്നെ പരിചയപ്പെട്ടു. ഇതാരാന്നറിയാവോ? അപ്പൊ ഇത് മന്ത്രി, അമ്മമ്മയ്ക്ക് പെൻഷൻ തരുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞു. എനിക്ക് പെൻഷൻ തരുന്ന മന്ത്രി എന്നായിരിക്കും പറഞ്ഞു. പെൻഷൻ തെറ്റിക്കേട്ടതായിരിക്കും. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്ത നമുക്ക് അഭിമാനത്തോടെ കുറച്ചും കൂടെ ഞെളിയാന്ന. പിന്നെ മന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പെൻഷൻ ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സ്ട്രാ ഞെളിയലും കൂടെ ആവാം. 4 വോട്ടിന് വേണ്ടി തള്ളുന്നതിന് യാതൊരു പരിധികളും ഇല്ല എന്ന് ബാലഗോപാലൻ ചേട്ടൻ കൂടി തെളിയിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അറിയാം പെൻഷന്റെ കാര്യം? ബഹുത് അച്ഛാ സ്ക്രിപ്റ്റ് ഹേ, നന്നായിരിക്കുന്ന സ്ക്രിപ്റ്റ്. അവ പറഞ്ഞു പെൻഷൻ കിട്ടുമ്പോ പിന്നെ മുട്ടായിയോ ഒക്കെ മേടിച്ചു കൊടുക്കും, അതുകൊണ്ട് പെൻഷന്റെ കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പൊ പെൻഷൻ തരാമെന്നും പറഞ്ഞ് 9-9.5 കൊല്ലം മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇന്ധന സെസ് എന്നും പറഞ്ഞ് അന്യായമായിട്ട് പൈസ പിരിച്ച് നിങ്ങൾ വീട്ടിൽ പുട്ടടിച്ച കാര്യമൊക്കെ പിള്ളേർക്ക് അറിയായിരിക്കും അല്ലേ? അല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കഥകളും അറിയാമെങ്കിൽ കുട്ടികൾക്ക് ഈ വക കാര്യങ്ങളും അറിയണമല്ലോ, അറിഞ്ഞിരിക്കണമല്ലോ. ചോപ്പും നീല നേരിയതും പുതച്ചുകൊണ്ട് വിളിച്ച് പറയുന്ന പറച്ചില്. തൊഴിലുറപ്പ് ഇപ്പൊ ഓണത്തിന് പ്രത്യേക ബോണസ് ഉൾപ്പെടെ അനുവദിക്കുന്ന കേരളത്തിലേ ഉള്ളൂ. അത് ടീച്ചർമാർ ഇറക്കിയ സാധനമല്ലേ, വൈറലായിരുന്നു. അത് വിട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് ഇവിടുന്ന് MLA ആയ ഒരാളെന്ന നിലയിൽ, നിങ്ങളൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ള പാവങ്ങൾ, ആ അടുത്ത് നിൽക്കുന്ന പാവങ്ങൾ മരണവീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുക. എത്ര മാസം അതുങ്ങൾക്ക് കുടിശ്ശിക കിട്ടും? 2500, 3000 ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ഈ അടുത്ത ദിവസമല്ലേ 100-300 രൂപ കൂട്ടി 600, അത്രയും കൂട്ടി കൊടുക്കാൻ തുടങ്ങിയത്. അത്രയും നാള് ജനങ്ങളെ ഇന്ധന സെസ് എന്നും പറഞ്ഞ് അതും പിഴിഞ്ഞ് ഇവർക്കിട്ട് കൊടുത്തതും ഇല്ല. നോട്ടടിക്കുന്ന മെഷീൻ ഓരോരുത്തർക്ക് വാങ്ങിക്കാൻ എത്ര കോടി ചെലവായെന്നും കൂടെ ഒന്ന് കണക്കി കാണിച്ചേക്കണേ കടകാര്യ മന്ത്രി. നിങ്ങളാണ് കെട്ടിവെക്കാനായിട്ട് ഈ പണം തന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അത് കൈ പൊള്ളുന്നില്ല എണ്ണ അത് വാങ്ങിച്ചപ്പം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കെട്ടിവെക്കാനുള്ള തുക വാങ്ങിക്കുക. ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ ദരിദ്രരാണല്ലോ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സമ്പാദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും വിങ്ങി പൊട്ടിപ്പോയി കേരളം. സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്ത മനുഷ്യനാ ഈ 10-40 വണ്ടി എസ്കോർട്ടില് നടുക്ക് മാസാമാസം മാറുന്ന കാറില് പായുന്നത്. കണ്ടാ പറയുവോ ഇത്ര ദാരിദ്ര്യമാണെന്ന്? അറിഞ്ഞിട്ടെങ്കിൽ നമ്മൾ പിരിവിട്ട് മാസം ചെലവിനുള്ള പൈസ കൊടുത്തേനല്ലേ. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് വേണ്ടി ഏറ്റവും സജീവമായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, ഇത്രയും നാള് മന്ത്രിയുടെ വീട്ടില് അരി വാങ്ങിക്കാനുള്ള പൈസ എടുത്താണ് നാട്ടുകാർക്ക് പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു നന്ദിയും കടപ്പാടും ഓർമ്മ എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് വോട്ട് ഇത്രയും ധൈര്യത്തോടെ മനുഷ്യരുടെ മുന്നിൽ നിന്ന് ചോദിക്കുന്നത്.